കേരളത്തിലെ അച്ഛനമ്മമാരുടെ പ്രതീക്ഷയുടെ കടക്കിൽ കത്തിവെക്കുന്ന രാഷ്ട്രീയമാണ് കേരളം ഭരിക്കുന്നതെന്ന് മുൻ എംപി സുരേഷ് ഗോപി. കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് സിദ്ധാർത്ഥന്റെ മരണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ആളിക്കത്തുകയാണ്. ക്യാമ്പസുകളിലെ SFI അതിക്രമം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് മുന്നിൽ ABVP 24 മണിക്കൂർ ഉപവാസ സമരം നടത്തി. കുടുംബങ്ങളുടെ പ്രതീക്ഷയുടെ കടക്കിൽ കത്തിവെക്കുന്ന രാഷ്ട്രീയമാണ് കേരളം ഭരിക്കുന്നതെന്ന് മുൻ MP സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് സിദ്ധാർത്ഥിന്റെ മരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ABVPയുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അന്ന് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ എവിടെയിട്ടാണ് ലോക്ക് ചെയ്തത്, അതിന് അന്നത്തെ ഭരണകൂടം കൂട്ടുനിന്ന്, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അതുപോലൊരു സംവിധാനം ഇപ്പോൾ അന്ന് ഇളവ് കിട്ടി ഇന്ന് ഭരണത്തിലേറിയവരും അതേ ക്രൗര്യമാണ് അഴിഞ്ഞാട്ടത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര പേരാണ്? വാരാപ്പുഴയിലെ ചെറുപ്പക്കാരനിൽ തുടങ്ങി നമ്മൾ ഈ കഥനം കാണുകയല്ലേ കുടുംബങ്ങളുടെ. ABVPയുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചെത്തിയ സുരേഷ് ഗോപി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെയും സന്ദർശിച്ചു. 2019 ലിസ്റ്റിൽ നിന്ന് പരമാവധി ഉദ്യോഗാർത്ഥികളെ നിയമിച്ചിട്ടില്ല എന്നാരോപിച്ചാണ് CPO റാങ്ക് ഹോൾഡേഴ്സ് സമരം തുടരുന്നത്. ജനം, തിരുവനന്തപുരം.